നിർഭാഗ്യത കഥ. അപ്പം ഇപ്രാവശ്യം ഇങ്ങനെ കുട്ടി കുട്ടി നിർഭാഗ്യത കഥകൾ പറയും. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനത് നിർഭാഗ്യമായി കണക്കാക്കുന്നു, അതുകൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഒരു ബാങ്ക് കോച്ചിങ്, കേരള ബെസ്റ്റ് ബാങ്ക് കോച്ചിങ് സെന്ററിൽ പോയ കഥ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ പഠിപ്പിക്കത്തില്ലെങ്കിലും നീറ്റ് കോച്ചിങ്ങിന്റെ സ്ട്രിക്ട്നെസ് ആയിരുന്നു നമ്മളെ പുറത്ത് വിടുന്ന കാര്യത്തിൽ. പുറത്തേക്ക് ഇറക്കത്തില്ലായിരുന്നു, എന്താ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആറ്റം തൊട്ട് കൈയും കാലും പിടിച്ച് എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നൊക്കെ കഷ്ടി വിട്ടാലായി. അതും പുറത്തുനിന്ന് പറഞ്ഞത് ഇവിടെ അടുത്ത് നമ്മുടെ ഈ ജംഗ്ഷൻ്റെ അവിടെ ഒരു കടയുണ്ട്, ഒരു ബേക്കറി ഉണ്ട്. അവിടെ പോയി കുറച്ച് പഴം ബ്രെഡ് വാങ്ങാനാണ്. അതിനാണ് അവർ വിടാത്ത, അല്ലാതെ ടൗണിലേക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആറ്റം തോറ്റ് ഒരു ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നാൽ വൈകുന്നേരം ഫുഡ് പുറത്തുനിന്ന് ആക്കാം. കാരണം നമ്മൾ പൈസ കൊടുത്ത് ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പോലെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ എന്നാൽ പിന്നെ ആ പൈസക്ക് പുറത്തുനിന്ന് വാങ്ങാമല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് അവിടെ ഒരു പൊറോട്ടയും ചിക്കനും കിട്ടുന്ന കടയുണ്ടെന്നൊക്കെ പിള്ളേരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മേടിക്കാൻ പോയ ദിവസം ആ ചേട്ടൻ ലീവായിരുന്നു, കട അടച്ച്. ആ ചേട്ടൻ മാത്രമല്ല, അവിടെ ചുറ്റിന് രണ്ട് ഹോട്ടലുണ്ടായിരുന്നു, കുഞ്ഞി തട്ടുകട പോലെ. ആ രണ്ട് ഹോട്ടലും അടച്ചിട്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണോ? എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വേറൊരു ദിവസം ഞങ്ങൾ ഒരു എക്സാം എഴുതാൻ പോയി. ഇങ്ങനെ ബാങ്ക് ടെസ്റ്റിനാണല്ലോ പോയത്. ഇപ്പോൾ ബാങ്ക് എക്സാംസ് ഉണ്ട്, ഇൻഷുറൻസ് എക്സാംസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സാം എഴുതാൻ പോയി. അപ്പോൾ ആ വഴിക്ക് ഞാൻ ഇതൊരു സ്റ്റുഡിയോ പോയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ യൂട്യൂബേഴ്സൊക്കെ സ്റ്റുഡിയോ കണ്ടിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്ക് സ്റ്റുഡിയോ പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂറുണ്ട് സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ കൊല്ലം സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി. ആ സ്റ്റുഡിയോയുടെ അവിടെ എത്തി ബസ് ഇറങ്ങിയപ്പം സ്റ്റുഡിയോ അടച്ചിട്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കോ? ഒരു കുഴപ്പമില്ലാതിരുന്ന സ്റ്റുഡിയോ പെട്ടെന്ന് മെയിൻ്റനൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ അടച്ചിട്ടേക്കുന്നു. ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണോ? അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിർഭാഗ്യത. പിന്നെ വേറെ ഉണ്ട് കഥകൾ കാണും ശ്യാമം. ഞാൻ എന്ത് ചെയ്താലും അതേ വീഡിയോ എനിക്ക് അറിഞ്ഞൂടെ എന്താണ്. പിന്നെ ഞാനങ്ങ് നിർത്തുവായി സീരീസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർഭാഗ്യത പറഞ്ഞു എനിക്ക് തന്നെ ബോറടിച്ച്. പക്ഷെ ഞാൻ ഈ നിർഭാഗ്യതകൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര നെഗറ്റീവാണെന്ന്. കുറച്ചൊക്കെ ആണ്, എന്നാലും ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ പേളിമണിയൊക്കെ പറയുന്ന പോലെ പോസിറ്റീവ് അഫർമേഷൻ. നമുക്ക് എല്ലാം ശരിയാവും. കാരണം നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. നമുക്കിപ്പോഴും ഒരു ഹോപ്പ് വേണം. കാരണം ഹോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് അത് നടക്കുന്നെങ്കിലും വിചാരിച്ചാലേ നമ്മൾ ജീവിക്കുക. അത് നടക്കത്തില്ലെന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പം നമുക്കൊരു ഹോപ്പ് വേണം. എല്ലാം ശരിയാവുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണം. നടക്കൂല്ലെന്ന് വേറെ കാര്യം, നമ്മൾ വിചാരിക്കണം എല്ലാം ശരിയാവും. അപ്പം എല്ലാം ശരിയാവട്ടെ. ബൈ.